ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു സിമ്പിൾ പൊട്ടറ്റോ ഫ്രൈ നോക്കിയാലോ. വെരി ഈസി. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാൻ എടുത്തു. അതിലോട്ട് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞൊരു 1/4 സ്പൂൺ ഫെനൽ സീഡ് ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഞാനൊരു 2-3 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3-4-5 എടുക്കാം, ടേസ്റ്റ് കൂടും. എന്നിട്ട് ഞാനിത് ഇതിൻ്റെ അകത്തോട്ട് ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് ചെറുതായി അരിഞ്ഞ ചെറിയുള്ളി. അത് കഴിഞ്ഞ് ഞാനിത് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഒരു 4-5 പൊട്ടറ്റോ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കേർഡ് റൈസിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ മസാല ആഡ് ചെയ്യുന്നത് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, സോറി, എൻ്റെ അമ്മ പറഞ്ഞു മഞ്ഞൾപ്പൊടി പറയാൻ പാടില്ല, മഞ്ഞൾപ്പൊടി പറയണമെന്ന്. സോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇത് കശ്മീരിയാണ്, സ്പൈസി അല്ല. അപ്പം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ല. നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് വെന്ത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിൽ ഞാനിതാ ഒരു തുള്ളി വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല. നന്നായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടിക്ക് പിടിക്കില്ല. എന്നിട്ടിതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് എരിവ് കൂട്ടും കുറക്കും ചെയ്യാം. ഞാൻ അതാ ഇവിടെ എടുത്ത് പറഞ്ഞത്. കശ്മീരി ആകുമ്പം എരിവ് ഉണ്ടാവില്ല. അപ്പം സ്പൈസി ഇഷ്ടമുള്ളവർക്ക് സാധാരണ മുളക് പൊടി ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ഏകദേശം റെഡിയായ. ഇടയ്ക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. ഇതാ നമ്മൾ പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.